കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കുക. ഫോർ ദാറ്റ് യു കൺസിഡർ എ ചാർജ് ക്യാപിറ്റൽ Q, കൺസിഡർ എ പോയിന്റ് P at a distance r from the charge Q, and you keep a test charge small q at P. ഈ സ്മോൾ ക്യൂവിന് ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. ഈ ടെസ്റ്റ് ചാർജിന് എന്താ സംഭവിക്കുക? ഈ ക്യാപിറ്റൽ Q ഈ ടെസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്യും, ഈ ഡയറക്ഷനിൽ റൈറ്റിലേക്ക് റിപ്പൽ ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ഇഫ് യു ആർ ഹാവിങ് എ ചാർജ് ക്യാപിറ്റൽ Q, there is a space around it where another charge will experience a force. ആ സ്പേസിന് പുറത്താണ് നമ്മൾ ചാർജ് വെക്കുന്നത് എങ്കിൽ ആ ഫോഴ്സ് ഉണ്ടാവില്ല. ആ സ്പേസിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നാണ് കാണാൻ പോകുന്നത്. നമ്മൾ പറയുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ്. അത് ഡിനോട്ട് ചെയ്യുക E എന്ന ലെറ്റർ കൊണ്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്ക് P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. അത് കാണാനുള്ള ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P E ഈക്വൽസ് ഫോഴ്സ് അറ്റ് P ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് P. ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കാണേണ്ടത് അവിടെയുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള ചാർജ്. ഇവിടെയുള്ള ഫോഴ്സ് എത്ര നമുക്കറിയാം അല്ലേ? കുളുംസ് ലോ വെച്ചാൽ 1/4πε0 Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ r². നമുക്കതിനെ F എന്ന് കൊടുക്കാം. ഇനി Pയിലുള്ള ചാർജ് എത്രയാണ്? Pയിലുള്ള ചാർജ് സ്മോൾ Q ആണ്. അപ്പോൾ ഫോഴ്സ് അറ്റ് P ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് P എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു F ബൈ സ്മോൾ Q. So the formula to find electric field intensity at a point is E is equal to F by Q. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ചാർജിൻ്റെ യൂണിറ്റ് കൂളുമ്പും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളുംബ്. അതുകൂടാതെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. പിന്നുള്ളത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണുകയാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL/2, ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല IT. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വരിക mL/3 I/-1. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, E is equal to F by Q അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണേണ്ടത് എങ്കിൽ ആ പോയിന്റ് Pയിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക, ഒരു 1 കൂളുംബ് പോസിറ്റീവ് ചാർജ് വെക്കുക. അപ്പോൾ ഈ 1 കൂളുംബ് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? ഈ പ്ലസ് Q ഈ പ്ലസ്സിനെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അങ്ങനെ റൈറ്റിലേക്കാണ് പുഷ് ചെയ്യുക. അതായത് പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് the direction in which a unit positive charge at that point will move. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? ഈ പ്ലസ് Q കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ നമ്മൾ വെക്കുന്ന പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ വെക്കുന്ന നെഗറ്റീവ് ചാർജാണ് ഇവിടെ വെക്കുന്നെങ്കിൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ Q ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്കാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കൊടുക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്.
ശ്രദ്ധിക്കുക, രണ്ട് ചാർജ് Q1 Q2 തമ്മിലുള്ള ഫോഴ്സ് കാണാൻ കൂളംസ് ലോ അപ്ലൈ ചെയ്യുക. F ഈക്വൽസ് 1/4πε0 Q1 Q2/r². ഈ രണ്ടാമത്തെ ഫോർമുല, Q എന്ന ചാർജിനെ E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ F ഈക്വൽസ് QE. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. യു കൺസിഡർ എ പോയിൻ്റ് P നിയർ എ പോയിൻ്റ് ചാർജ് Q. ആ Pയിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കൊടുക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ആ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിലാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. ഈ ചാർജ് Qൻ്റെ അടുത്ത് വേറൊരു പോയിൻ്റ് P കൺസിഡർ ചെയ്യുക. ആ Pയിലും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഈ ആരോ മാർക്ക് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് പോയിൻ്റ് ചാർജ് Qന് ചുറ്റും ഒരുപാട് പോയിൻ്റുകൾ അസ്യൂം ചെയ്യാം. ആ പോയിൻ്റിലൊക്കെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആ കാണിക്കുന്ന ആരോ മാർക്കിലൂടെയാണ് മൂവ് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് along which a unit positive charge will move if it is free to do so. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുക. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഒരു പോസിറ്റീവ് ചാർജ് Qൻ്റെ അടുത്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് Qവിൽ നിന്നും അകന്നു പോകും. അതായത് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. അതുപോലെ ഫോർ എ നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആയിരിക്കും. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിലോ അതിന് ഡൈപോൾ എന്നാണ് പറയുക. ഒരു ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ ദ നെഗറ്റീവ് ചാർജ്. ഇനി അടുത്തത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. യു ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നിങ്ങളൊരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് കൺസിഡർ ചെയ്യുക. അതിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ആ പോയിൻറ്റിലേക്കൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ദാറ്റ് ടാൻജൻറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദ ഫീൽഡ് ലൈൻ gives the direction of electric field at that point. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കുക. എന്തായാലും കാണുന്നത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതെന്താ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ ആ രണ്ട് ലൈനിനും ഓരോ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിങ്ങൾക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അതായത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. അതൊരിക്കലും പറ്റില്ല. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. ഒരു സ്പേസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മളതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുക. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലലും ഈക്വി ഡിസ്റ്റൻറ്റും ആയിരിക്കും. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ് പറയുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് എ നെഗറ്റീവ് പ്ലേറ്റ് കെപ്റ്റ് പാരലൽ ടു ഈച്ച് അതർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. യു ക്യാൻ സീ ദാറ്റ് ദ ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് ഈക്വി ഡിസ്റ്റൻറ്റ്.
ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയാണ്. തിരിച്ചത് വീണ്ടും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് അല്ല. ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ ദ നെഗറ്റീവ് ചാർജ് എന്നാണ്. അടുത്ത പ്രോപ്പർട്ടി, ദേ ആർ കണ്ടിന്യൂസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടിന്യൂസ് ആണ്. ഫീൽഡ് ലൈനിൽ നമുക്ക് ബ്രേക്കൊന്നും കാണാൻ പറ്റില്ല. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്ട്രോങ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ക്ലോസർ. ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വീക്ക് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഫാർ അപ്പാർട്ട്. ആദ്യത്തെ ചിത്രത്തിൽ ക്യാപിറ്റൽ ക്യൂവിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണ് നിൽക്കുന്നത്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി, മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എനി ചാർജ്ഡ് കണ്ടക്ടർ. ഇനി അടുത്ത പ്രോപ്പർട്ടി, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണാൻ പറ്റും. ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ചിത്രം നോക്കുക. യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതൽ ഉള്ളത് ആദ്യത്തെ ചിത്രത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ ചിത്രത്തിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതൽ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാർജ് ഉണ്ട് എങ്കിൽ ആ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. രണ്ടാമത് നമുക്ക് കാണാനുള്ളത് ഒരു ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം കണ്ടെയ്നിങ് 2 പോയിൻ്റ് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ 2 പോയിൻ്റ് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കാണാനുള്ളത്. പിന്നെ നമുക്ക് കാണാനുള്ളത് എ ചാർജ്ഡ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ എ ചാർജ്ഡ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആദ്യത്തേതൊരു പോയിൻ്റ് ചാർജാണ്, രണ്ടാമത്തേത് 2 പോയിൻ്റ് ചാർജുള്ളൊരു സിസ്റ്റമാണ്. ഈ 2 കേസിലും നമുക്ക് കൂളൂംസ് ലോ ഉപയോഗിച്ചിട്ട് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ 2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അടുത്ത 3 കേസ് നോക്കുക. ഒരു ചാർജ്ഡ് വയർ എന്ന് പറയുമ്പോൾ അതിൽ ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ചാർജസ്. 2 പോയിൻ്റ് ചാർജ് അതിൽ കൂടുതൽ ഒരുപാട് ചാർജുകളുണ്ടാവും. ചാർജ് ഷീറ്റ് ആണെങ്കിലും ഒരുപാട് ചാർജ് ഉണ്ടാവും, ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ലാണെങ്കിലും കുറേ ചാർജുകളുണ്ടാവും. അതിന് നമ്മൾ പറയുക കണ്ടിന്യൂസ് ചാർജസ് എന്നാണ്. അപ്പോൾ ഈ 3 കേസിലും നമ്മൾ കൂളൂംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കൂളൂംസ് ലോ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്, കൂളൂംസ് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് 2 പോയിൻ്റ് ചാർജസ് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുക, ഒരു ചാർജ്ഡ് വയറും ചാർജ്ഡ് ഷീറ്റും ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ ഗോസസ് തിയറമാണ് അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇതിൽ ആദ്യത്തെ കേസ് കാണാൻ പോവാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അതിന് നിങ്ങൾ ഒരു പോയിൻ്റ് ചാർജ് സ്മോൾ ക്യൂ കൺസിഡർ ചെയ്യുക. ഒ എന്ന പോയിൻ്റിലാണ് നമ്മൾ ക്യൂവിനെ വെച്ചിരിക്കുന്നത്. ക്യൂവിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയായിട്ടൊരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുക. ഈ ക്യൂ കാരണം
ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് കാണാൻ പോകുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പോയിൻ്റ് പിയിൽ ഒരു 1 കൂളുംബ് ചാർജ്, യു കീപ്പ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് പി. അങ്ങനെയാണെങ്കിൽ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് അറ്റ് പി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി. പിയിലുള്ള ഫോഴ്സ് എത്രയാണ്? പിയിലുള്ളത് 1 കുളുംബാണ്. 1 കുളുംബിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? കൂളുംസിൽ അപ്ലൈ ചെയ്യുക. 1/4πε0 Q ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ r². ഇനി ഡിവൈഡഡ് ബൈ ചാർജ് അറ്റ് പി. പിയിലുള്ള ചാർജ് എത്രയാണ്? 1 കുളും. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ 1 കുളും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². അപ്പോൾ Q എന്ന പോയിൻ്റ് ചാർജ് 6 ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? E ഈക്വൽസ് 1/4πε0 Q/r². ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാം. ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിയിൽ വെക്കും. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ സ്മോൾ ക്യൂ, ഈ പോസിറ്റീവ് ചാർജിനെ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യിക്കുക, റിപ്പൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. ഇതാണ് ഡയറക്ഷൻ ടുവേർഡ്സ് ഒ പി. അപ്പോൾ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ. അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പഠിക്കും. ഒരു ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്നും നമ്മൾ പഠിക്കും. അതിനുശേഷം വി വിൽ ഡിറൈവ് ദ ഫോർമുല ഫോർ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഡൈപോൾ. ആദ്യം നമുക്ക് ഡൈപോൾ എന്താണെന്ന് നോക്കാം. ഈ ചിത്രം നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആദ്യത്തെ ചാർജ് -q, അടുത്ത ചാർജ് +q. The two charges are equal and opposite. They are separated by a small distance 2l. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ചിത്രത്തിൽ നോക്കുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ the letter P. The strength of the electric dipole is measured by electric dipole moment P. P ന്റെ ഡയറക്ഷൻ നോക്കൂ. എവിടെ നിന്ന് അങ്ങോട്ടാ? The direction of P is from negative charge to positive charge. Pക്ക് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. 2, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റിൻ്റെ ഫോർമുല ഇതാണ്. 1 ഓഫ് ദ ചാർജസ് ഇൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക. രണ്ടും Q ആണ്. സോ യുൽ റൈറ്റ് Q ഇൻ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 2l. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ P ഈസ് ഈക്വൽ ടു Q ഇൻ ടു 2l. P വെക്ടർ ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു യൂണിറ്റ് വെക്ടറും കൂടി ഇടും. നമ്മൾ എഴുതുമ്പോൾ P ഈസ് ഈക്വൽ ടു Q ഇൻ ടു 2l മതി. അപ്പോൾ P ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. Pൻ്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ Pൻ്റെ യൂണിറ്റ് വരിക SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് കൂളുംബ് മീറ്റർ. ഒരിക്കലും എക്സാമിൽ ചോദിച്ചിരുന്നു വാട്ട് ഈസ് മെൻ ബൈ ആൻ ഐഡിയൽ ഡൈപോൾ എന്ന്. ഐഡിയൽ ഡൈപോൾ. ആൻ ഐഡിയൽ ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 വെരി ലാർജ് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഈ 2 ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വലുതായിരിക്കും, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. 2 വെരി ലാർജ് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് കോൾഡ് ആൻ ഐഡിയൽ ഡൈപോൾ. അടുത്തത് ഇൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. വി ആർ ഗോയിങ് ടു സീ വാട്ട് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഹൗ ആൻ ഇലക്ട്രിക് ഡൈപോൾ വിൽ ബിഹേവ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നിങ്ങളൊരു ഡൈപോൾ AB കൺസിഡർ ചെയ്യുക. AB എന്നുള്ള ഡൈപോളിൻ്റെ ലെങ്ത്ത് 2l ആണ്.
അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് പി ആണ്, ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ, ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ ഇ ആൻഡ് ദ ഡൈപോൾ മൊമെൻറ്റ് പി ഈസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഇയും വെക്റ്റർ പിയും തമ്മിലുള്ള ആംഗിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കുക. പോസിറ്റീവ് ചാർജ് ക്യൂ ആണ്, വെച്ചിരിക്കുന്ന ഫീൽഡ് ഇ ആണ്. ദ ഫോഴ്സ് ഓൺ പോസിറ്റീവ് ചാർജ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. എൻ്റെ ഡയറക്ഷനാണ്, പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ എന്നാണ്. ഫീൽഡ് മുകളിലേക്കാണ്, അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്കായിരിക്കും. ഇനി അടുത്തത് ഫോഴ്സ് ഓൺ നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ, വീണ്ടും എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. നമ്മൾ ഫോഴ്സ് എഴുതുമ്പോൾ സൈൻ ഇടാറില്ല, മാഗ്നിറ്റ്യൂഡ് ഇടാറുള്ളൂ. അപ്പോൾ ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ ഈക്വൽസ് ക്യു ഇ. നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ്. അപ്പം നെഗറ്റീവ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് താഴേക്കായിരിക്കും, ഫീൽഡ് മുകളിലേക്കാണ്, അതുകൊണ്ട് ഫോഴ്സ് താഴേക്കായിരിക്കും. So we can say that when a dipole is kept in a uniform electric field, there are two forces acting on it. The two forces are equal. രണ്ടും സെയിം ആണ്, ഓപ്പോസിറ്റ്, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കുമാണ്. ബട്ട് ദ ടു ഫോഴ്സസ് ആർ നോട്ട് ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ. ആ ഫോഴ്സ് ഇങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യുന്നത്. ഒരേ ലൈനിലായിരുന്നുവെങ്കിൽ ഈ ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകുമായിരുന്നു. ബട്ട് ദേ ആർ ആക്ടിങ് അലോങ് ഡിഫറെൻറ്റ് ലൈൻസ്. ഇങ്ങനെ രണ്ട് ലൈനിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദീസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ദീസ് ഫോഴ്സസ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് ബട്ട് ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ലൈൻസ്. നമ്മൾ പറയാം ഫോഴ്സ് ഈക്വലാണ്, ഓപ്പോസിറ്റാണ്, പാരലലാണ്. ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഈ ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷെ അത് ഒരേ ലൈനിലല്ല, they are parallel, they are acting on different line. So these two equal and opposite forces, these two equal and opposite parallel forces will produce a torque. ഈ ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റും പാരലലും ആയതുകൊണ്ട് ആ ഡൈപോളിൻ്റെ മുകളിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്ക് കാരണം എന്താ സംഭവിക്കുക? ടോർക്ക് കാരണം ഇങ്ങനെയാണ് ആ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഡൈപോള് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ടോർക്ക് കാരണം ഡൈപോള് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷേ ദ ഫോഴ്സസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് പാരലൽ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടോർക്ക് ആൻഡ് ദ ടോർക്ക് വിൽ മേക്ക് ദ ഡൈപോൾ റൊട്ടേറ്റ്. ടോർക്കിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ്. അതിൻ്റെ വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്നാണ്. ഫോഴ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്യു ഇ. ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ക്യു ഇയും ഈ ക്യു ഇയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ സി ആണ്. സോ യു റൈറ്റ് ക്യു ഇ ഇൻ ടു എ സി. ഇനി എ സിൻ്റെ വാല്യൂ ഇങ്ങനെ കാണുക, ഈ ആംഗിൾ തീറ്റയാണ്, ഇയും പിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ആംഗിളും തീറ്റയാവും. സൈൻ തീറ്റ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ലെങ്ത് ആണ് 2L. അപ്പോൾ എ സിൻ്റെ വാല്യൂ 2L സൈൻ തീറ്റ എന്ന് വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ ഇൻറ്റു 2L എന്ന് പറഞ്ഞാൽ പി ആണ്. സോ യു വിൽ ഗെറ്റ് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. അതിനെ വെക്ടർ ഫോമിൽ എഴുതിയാൽ ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. So our result is, when an electric dipole is kept in a uniform electric field, it experiences a torque and the dipole rotates. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഫീൽഡ്, ഇവിടെയുള്ള ഫീൽഡ്, ഇവിടെയുള്ള ഫീൽഡൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫീൽഡ് E1 എന്നും ഇവിടെയുള്ള ഫീൽഡ് നമുക്ക് E2 എന്നും കൊടുക്കുക. അങ്ങനെ ഇവിടുത്തെ ഫോഴ്സ് QE1 എന്നും ഇവിടുത്തെ ഫോഴ്സ് QE2 എന്നും വരിക. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ അല്ല, ഓപ്പോസിറ്റ് ആണ്, പക്ഷേ ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഈ ഡൈപോളിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. നെറ്റ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. അതോടൊപ്പം ഈ ഫോഴ്സ് ഓപ്പോസിറ്റുമാണ്, ദേ ആർ പാരലൽ ഓൾസോ, ഒരേ ലൈനിലും അല്ല. അപ്പോൾ ഈ ഫോഴ്സും കാരണം ടോർക്കും ഉണ്ടാവും. ടോർക്ക് കാരണം ഡൈപോള് റൊട്ടേറ്റ് ചെയ്യും.
അപ്പോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നത് എങ്കിൽ ഡൈപോളിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സും ഉണ്ടാവും, ടോർക്കും ഉണ്ടാവും. സോ ദ ഡൈപോൾ വിൽ പൊസസ് എ ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ.